വി.എസ്. എന്ന രണ്ടക്ഷരം കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായി കേരളത്തിലെ രാഷ്ട്രീയ മണ്ണിനെ ഉഴുതുമറിച്ചതാണ്. വയോധികർ മുതൽ പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ ഒരേ സമയം വി.എസ്.എ എന്ന് വിളിച്ചു. അതിൽ മുദ്രാവാക്യങ്ങളുടെ തീക്ഷ്ണതയുണ്ടായിരുന്നു, പ്രതീക്ഷയുടെ കിരണങ്ങളുണ്ടായിരുന്നു, ജീവിതാനുഭവങ്ങളുടെ കനലുകളുണ്ടായിരുന്നു, കേരളത്തിന്റെ ചരിത്രവും വർത്തമാനവും ഭാവിയും ഉണ്ടായിരുന്നു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും ചുവപ്പാർന്ന വി.എസ്. അച്യുതാനന്ദൻ എന്ന ഏട് കൂടുതൽ പ്രഭയോടെ ഇനിയുള്ള കാലവും തിളങ്ങി നിൽക്കുമെന്ന് ഉറപ്പാണ്. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി.എസ്. അച്യുതാനന്ദൻ 102-ാം വയസ്സിൽ വിട പറയുമ്പോൾ കേരളം മുഴുവൻ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുന്നിൽ തലകുനിച്ചു നിൽക്കുന്നു. 1923 ഒക്ടോബർ 20-ന് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ വേലിക്കകത്ത് ശങ്കരന്റെയും അക്കമ്മയുടെയും മൂന്നാമത്തെ മകനായി ജനനം. 2 ജ്യേഷ്ഠ സഹോദരങ്ങളും പിറകെ ഒരു അനിയത്തിയും. 4-ാം വയസ്സിൽ അമ്മയെയും 11-ാം വയസ്സിൽ അച്ഛനെയും വി.എസ്. അച്യുതാനന്ദന് നഷ്ടമായി. പിന്നീട് അച്ഛന്റെ സഹോദരിക്കൊപ്പമായിരുന്നു ജീവിതം. പിതാവിന്റെ മരണത്തെ തുടർന്ന് 7-ാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ച് സഹോദരനൊപ്പം തുന്നൽക്കാരനായി ജോലി ചെയ്തു. ഇതിനുശേഷം കുറച്ചുകാലം കയർ ഫാക്ടറിയിലെ തൊഴിലാളിയായി. നിവർത്തന പ്രക്ഷോഭത്തിന്റെ കാലഘട്ടമായിരുന്നു അത്. കൗമാരത്തിലെത്തി നിന്ന അച്യുതാനന്ദൻ സ്വാഭാവികമായി അതിൽ പ്രചോദിതനായി. തന്റെ 15-ാം വയസ്സിൽ 1938-ൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി. ഇതായിരുന്നു അച്യുതാനന്ദന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യ വഴിത്തിരിവ്. പിറകെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ സജീവമായ വി.എസ്. 1940-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗവും ആയി. 17-ാം വയസ്സിൽ വി.എസിലെ കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടെത്തിയത് മറ്റാരും ആയിരുന്നില്ല, സഖാവ് പി. കൃഷ്ണപിള്ള ആയിരുന്നു. പാർട്ടി വളർത്താനായി വി.എസ്. അച്യുതാനന്ദനെ കൃഷ്ണപിള്ള തന്നെ പിന്നീട് കുട്ടനാട്ടേക്ക് അയക്കുകയായിരുന്നു. വി.എസ്. അച്യുതാനന്ദൻ എന്ന നേതാവിന്റെ ഉദയം അവിടെ നിന്ന് തുടങ്ങുന്നു. വിഖ്യാതമായ പുന്നപ്ര വയലാർ സമര നേതാവായി വി.എസ്. അച്യുതാനന്ദൻ മാറുന്നതും ആ കാലഘട്ടത്തിലാണ്. സമര നേതാവായ വി.എസിനെതിരെ പോലീസ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. പാർട്ടി നിർദ്ദേശത്തെ തുടർന്ന് വി.എസ്. പൂഞ്ഞാറിൽ ഒളിവിൽ പോവുകയും ചെയ്തു. പിന്നീട് അറസ്റ്റിലായ അച്യുതാനന്ദൻ നേരിട്ടത് സമാനതകളില്ലാത്ത പോലീസ് പീഡനങ്ങളായിരുന്നു. കാൽപാദത്തിലൂടെ തോക്കിന്റെ ബയണറ്റ് കുത്തിയിറക്കി. അതിന്റെ പാടുകൾ ജീവിതം മുഴുവൻ വി.എസിനൊപ്പം ഉണ്ടായിരുന്നു. 4 വർഷം ആയിരുന്നു അന്ന് വി.എസ്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമരങ്ങളും പോരാട്ടങ്ങളും കേരളക്കരയാകെ അലയടിച്ചിരുന്ന കാലം. 1952-ൽ വി.എസ്. അച്യുതാനന്ദൻ CPI-യുടെ ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയുടെ ചുമതലയിൽ എത്തിച്ചു. 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും പാർട്ടി സംസ്ഥാന സമിതി അംഗവും ആയി. വെറും 29 വയസ്സായിരുന്നു അന്ന് വി.എസിന്റെ പ്രായം എന്ന് കൂടി ഓർക്കണം. 1956-ൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായി. 1959-ൽ CPI ദേശീയ കൗൺസിൽ അംഗവുമായി. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത് 1957-ലാണ്. അന്ന് പാർട്ടി സംസ്ഥാന സമിതി അംഗമാണ് വി.എസ്. അച്യുതാനന്ദൻ. വർഷം 1964. രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ CPI-ക്കുള്ളിൽ കടുത്ത പോരാട്ടങ്ങൾ നടക്കുന്ന കാലം. ഏപ്രിൽ 11-ന് നടന്ന ദേശീയ കൗൺസിലിൽ നിന്ന് 32 നേതാക്കൾ ഇറങ്ങിപ്പോന്ന് പുതിയ പാർട്ടി രൂപീകരിച്ചു. അതാണ് ഇന്നത്തെ CPIM എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. അന്ന് CPI ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്നവരിൽ EMS, AKG തുടങ്ങിയ കേരളത്തിൽ നിന്നുള്ള 7 നേതാക്കളിൽ ഒരാൾ വി.എസ്. അച്യുതാനന്ദനായിരുന്നു. ഏറ്റവും ഒടുവിൽ വിട പറഞ്ഞ CPMന്റെ സ്ഥാപക അംഗവും അദ്ദേഹം തന്നെ. 2019-ൽ വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ VK പ്രശാന്തിന് വേണ്ടിയായിരുന്നു വി.എസ്. ഏറ്റവും ഒടുവിൽ പൊതുവേദിയിൽ എത്തിയത്. ആരോഗ്യനില അത്ര സുഖകരമല്ലാതാവുകയും വി.എസ്. പൊതുജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങുകയും ചെയ്തു. പക്ഷേ വി.എസ്. എന്ന ദ്വയാക്ഷരി കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിലെ ഒരു ചൂണ്ടുപലകയായി എന്നും നിലനിൽക്കും. ആ ചൂണ്ടുപലക ഇടത്തോട്ട് നീളുന്നതായിരിക്കും. സഫലവും കലാപഭരിതവും ആയൊരു ജീവിതം ജീവിച്ചു തീർത്ത വി.എസ്. അനശ്വരനായിരിക്കുന്നു.